മറ്റാരുണ്ട് LDF അല്ലാതെ? അത് കൃത്യമായി അവർക്ക് ദുരുദ്ദേശങ്ങളുണ്ട്. അവർ മൃദു ഹിന്ദുത്വം സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP. പര്യടനങ്ങളും പ്രചാരണങ്ങളും അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ കലാശക്കൊട്ടായി. അപ്പോൾ എങ്ങനെ പോകുന്നു മണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെ? ഞങ്ങൾ ഏറെ ആഹ്ലാദഭരിതരാണ്, ആവേശഭരിതരാണ്. എങ്ങും എവിടെയും ആബാലവൃദ്ധം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞങ്ങളെ സ്വീകരിച്ച രീതിയും എല്ലാ രംഗത്തും അവർ പ്രകടിപ്പിച്ച വികാരവും പൊതുവിൽ മനസ്സിലാക്കുമ്പോൾ കഴിഞ്ഞ ടേണിൽ വിജയിച്ച ഘട്ടത്തിനേക്കാൾ കുറേ കൂടി അപ്പുറത്തെ ചേരിയിൽ നിന്നിരുന്ന ഒരു ഇപ്പുറത്ത് വരുന്ന രൂപത്തിലേക്ക് ഞങ്ങൾക്ക് കാണാനിട വന്നു. അതെല്ലാം ഞങ്ങളെ ആഹ്ലാദഭരിതരാക്കുന്നു, ആവേശഭരിതരാക്കുന്നത്. പൊതുവിൽ കേരളത്തിലെ രാഷ്ട്രീയം എടുക്കുമ്പോഴും മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷ ജനാധിപത്യം എടുത്തിട്ടുള്ള മൂല്യാധിഷ്ഠിത രാഷ്ട്രീയവും അതിൻ്റെ ജനകീയ പരിപാടികളുമെല്ലാം ജനങ്ങൾ നെഞ്ചേറ്റിയിരിക്കുന്നു. സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങളും കേരളത്തിൽ നടന്നു കഴിഞ്ഞതിൻ്റെ എല്ലാ അനുഭവങ്ങളും അതെല്ലാം ആസ്വദിച്ചറിഞ്ഞിട്ടുള്ളൊരു ജനത ആ ഗവൺമെൻറ്റിന് പിന്നിൽ അണിനിരക്കുന്ന ഒരു പൊതു ചിത്രം എങ്ങും എവിടെയും കാണാം എന്നതുപോലെ ഇവിടെയും കാണുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നല്ല റിസൾട്ടായിരിക്കും ഈ ഏറ്റുമാനൂരിനെ സംബന്ധിച്ചുണ്ടാകുന്നത്. കേരളത്തിൽ പൊതുവിലും അത് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി വരുന്നു, പ്രധാനമന്ത്രി വരുന്നു, രാഹുൽ ഗാന്ധി വരുന്നു, പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ വരുന്നു. അങ്ങനെ മൊത്തം കാടളക്കിക്കൊണ്ടുള്ള പ്രചാരണം നടക്കുന്നു. അവിടെയൊക്കെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് CPM ആണ് എന്നുള്ളതാണ്. അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അത്തരം അവർ തുടർച്ചയായുള്ള വിമർശനങ്ങൾ CPM-നെതിരെ അല്ലെങ്കിൽ LDF-നെതിരെ ഉന്നയിക്കുന്നത്. അത് കായ്ക്കുന്ന മാവേ കല്ലേറുള്ളേണ്ടി വരുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ വേറെ ആരും ഇവിടെ വിമർശിക്കാനില്ല. കായ്ക്കുന്ന മാവ് കല്ലേറ് കൊണ്ടുള്ള സ്വാഭാവികമാണ്. മറ്റവർക്ക് അത് ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ചോദിക്കുന്നു, കോൺഗ്രസ് ഇന്ത്യയിൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യാധിപത്യത്തിൽ നിന്നും ഭരണം കൈമാറി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഭരിച്ചിരുന്നവരാ. അവരുടെ ഇന്നത്തെ ഒരു ഗതി കണ്ടാൽ അവർക്കിന്ന് പ്രചരണം നടത്താൻ സുഖമായി പ്രചരണം ഇവിടെ വന്നാൽ സൈക്കിളിൽ സഞ്ചരിക്കാൻ ഇന്ത്യയിൽ കഴിയുന്ന ഏക സംസ്ഥാനം ഈ കേരളമാണ്. രാഹുൽ ഗാന്ധിക്കും വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി സൈക്കിളിൽ സഞ്ചരിക്കാൻ പറ്റുമോ? അങ്ങനെയൊരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനാണ് മറ്റ് സ്റ്റേറ്റുകളിലുള്ളത്. അപ്പോൾ ഇതിലിറങ്ങി വഴിയെ ഇവിടെ നടന്നാലും ആരും ഒന്നും ചോദിക്കില്ല, ഒരു കുഴപ്പമില്ല, സുരക്ഷിതമാണ്, ഒരു സെക്യൂരിറ്റിയും വേണ്ട. അങ്ങനെയുള്ളൊരു സംസ്ഥാനം ഇന്ന് ലോ ആൻഡ് ഓർഡർ ഏറ്റവും നല്ല രൂപത്തിൽ ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. അത് ഇവിടെ ഏത് കേന്ദ്രമന്ത്രി വന്നിരുന്നാലും ഇത് തന്നെ. അപ്പോൾ അവർക്ക് വേറെ എങ്ങും പോയി ഇപ്പോൾ സുഖമായി സഞ്ചരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ വടക്കേന്ത്യയിൽ എല്ലാവരുടെ നാടായിരുന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിനാ പ്രിയങ്ക ഗാന്ധി വന്ന് വയനാട്ട് മത്സരിച്ചത്, രാഹുൽ ഗാന്ധി ഇതിന് എവിടെ വന്ന് മത്സരിച്ചത്? നാട് മുഴുവൻ എൻ്റെ അപ്പം പകലിറങ്ങി നടക്കാൻ പറഞ്ഞ് കുറുക്കം പറഞ്ഞതുപോലെ രാജ്യം മുഴുവൻ അവരുടെ ആണെങ്കിൽ പിന്നെ ഇവിടെ മത്സരിക്കാൻ വരണോ? എന്നിട്ട് ഇവിടെ വന്നിട്ട് ലീഗിൻ്റെ കൂടി പൂത്തിവെപ്പിച്ചിട്ട് അവരെ കൊണ്ട് മത്സര രംഗത്ത്. വാസ്തവത്തിൽ അവരോട് ചെയ്തൊരു ദ്രോഹമല്ലേ അത്? അത്തരത്തിലുള്ള സമീപനമാണ് ഇവിടെ സ്വീകരിച്ചത്. അപ്പോൾ കോൺഗ്രസിൻ്റെ പൊതുവിലുള്ള എടുക്കുമ്പോൾ കുളിപ്പിച്ച് കൊച്ചില്ലാതായി എന്ന രൂപത്തിലേക്ക് ഈ രാജ്യം മുഴുവൻ അടക്കി വാഴുന്ന കോൺഗ്രസ് ഇന്ന് നാമമാത്രമായി 2-3 തുരുത്തിലായി അവശേഷിക്കുന്നു. അപ്പോൾ കേരളത്തിലെയും ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിപക്ഷം വരാൻ പോകുന്നത് ലീഗായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന സമയത്ത് നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അതായത് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരെ ആക്രമിച്ചവർക്കൊപ്പമാണ് ഇവിടുത്തെ LDF എന്ന് പറഞ്ഞു. അതിനൊരു കൂട്ടിക്കെട്ടലും അതൊരു ന്യൂനപക്ഷത്തിൻ്റെ ഒരു പ്രീണനമൊക്കെ അതിലുണ്ട്. അത്തരം പ്രതികരണങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അത് രാഹുൽ ഗാന്ധി കൃത്യമായി ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. അവിടെ യഥാർത്ഥത്തിൽ ഛത്തീസ്ഗഡിൽ ബന്ദ് നടത്തിയപ്പോൾ കോൺഗ്രസ് അതിന് അനുകൂലമായിരുന്നു. ക്രിസ്ത്യാനികൾക്കെതിരായി ബന്ദ് നടത്തി ഛത്തീസ്ഗഡുകാർ ഈ കൂട്ടരെല്ലാം കൂടി അതിന് അവിടെ കോൺഗ്രസ് അനുകൂലമായി നിന്നു. യഥാർത്ഥത്തിൽ ആ കന്യാസ്ത്രീകളെ കയ്യാമം വെച്ച് കരുത്തുറങ്ങി വെച്ചപ്പോൾ ആദ്യം പ്രതികരിച്ച കേരള മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ പുറകെ പോയി ജോസ് കെ മാണി MP, ജോൺ ബ്രിട്ടാസും ഒക്കെയാണ് പോയി അവരെ ഇറക്കിക്കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയത്. അവിടെ അമിത്ഷാ 8 ദിവസം അവരെ പിടിച്ച് കൽത്തുറങ്കിലടച്ചില്ലേ? അവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയില്ലേ? ആ കൂട്ടത്തിൽ അത് തെറ്റാണെന്ന് പറയാൻ ഇവരാരെങ്കിലും വന്നോ? കോൺഗ്രസ്. രാഹുൽ ഗാന്ധി വന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ജർമ്മനി പോയി കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള സംരക്ഷണം ഉറപ്പാക്കുന്നത് ഇന്ന് കേരളത്തിലാണ്. ദേശീയ തലത്തിലെടുത്താൽ അതിനുവേണ്ടി പ്രതികരിക്കുന്ന ഇടതുപക്ഷമാണ്. ഇപ്പോൾ FCRA വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഏറ്റവും ആദ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കേന്ദ്രത്തിന് കത്തയച്ചത് ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ആ പ്രക്ഷോഭം വരുന്നത് എല്ലായ്പ്പോഴും മതന്യൂനപക്ഷങ്ങളോടൊപ്പം നിലകൊള്ളുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റും. ഞങ്ങളാണല്ലോ നിയമസഭയിൽ പ്രമേയം തന്നെ പാസ്സാക്കി അതിനെതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. ആവർത്തിച്ച് പ്രസ്താവന നടത്തുന്നതേ അത്ര നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് എന്ന് കരുതുന്നു. അത് കൃത്യമായി അവർക്ക് ദുരുദ്ദേശങ്ങളുണ്ട്. അവർ മൃദു ഹിന്ദുത്വം സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയല്ലേ. PK ആൻ്റണി മകൻ അതിലേക്ക് പോയി, അനിൽ ആൻ്റണി, പത്മജ പോയി, കരുണാകരൻ മകൾ, ഉമ്മൻചാണ്ടിയുടെ മരുമകൻ പോയി അവിടെ സ്ഥാനാർത്ഥിയായി, KPCC പ്രസിഡന്റ് അനിയും പോയി അവിടെ സ്ഥാനാർത്ഥിയായി. ഇങ്ങനെ ആരാനി പോകുന്ന അടുത്ത് നോക്കിയിരിക്കുകയല്ലേ. അപ്പോൾ ഇപ്പം നിൽക്കുന്നതിൽ എത്ര പേര് ജയിച്ചാൽ അങ്ങോട്ട് പോകുന്നുള്ളത് നിങ്ങൾ നോക്കിക്കോ.
ഇപ്പോൾ BJPയുടെ പ്രമുഖരായിട്ടുള്ള ഏതാണ്ട് 13-14 ആളുകൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാവരായിരുന്നവർ. 160-ലേറെ MP-മാർ MLA-മാർ ഇപ്പോൾ അപ്പുറത്ത് കോൺഗ്രസിൻ്റെ BJP പോയിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പായിട്ടുള്ള ബഹുമാനായ പ്രകാശ് കാരോട്ടൊരു പ്രയോഗം നടത്തിയിരുന്നു. സപ്ലൈകോ പുള്ളി നല്ല ലളിതമായിട്ടൊരു ഫലിതം പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നന്നായി BJPയിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലൈകോ ആയിട്ട് കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഏത് നിമിഷവും ഇതെല്ലാം കൂടി അപ്പുറത്തോട്ട് പോകും. അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ പ്രധാനമായും ഇപ്പം കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിയുന്നത് മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. വടക്കേണ്ടിയിൽ പോയി പോലും ആക്രമണങ്ങൾ ഏൽക്കുന്നവർ കേരളത്തിൽ വന്നാൽ ഒരു സുരക്ഷിതമായി ഇവിടെ വന്നിട്ട് പലരും ചികിത്സ നടത്തുന്നത്. പെന്തിക്കോസ് സഭയിൽപ്പെട്ട പലരോട് ചോദിച്ചാൽ അവർ പറയും അവിടുന്ന് ആക്രമണത്തിൻ്റെ ഇവിടെ വന്ന ചികിത്സ. ഇവിടെ എവിടെയും പോവാം, ഇവിടെ ഏത് മതത്തിലും വിശ്വസിക്കുക, ഏത് ആചാരവും ഏത് അനുഷ്ഠാനവും ആർക്കും ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഈ വർഗീയ കലാപമില്ല. അപ്പോൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രശ്നമില്ലാത്ത ഒരു സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിൻ്റെ മതനിരപേക്ഷ നിലപാട് തകർക്കാൻ വേണ്ടിയാണ് കോൺഗ്രസും BJPയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മിലുള്ളൊരു കൂട്ടുകച്ചവടമാണ് ഈ രംഗത്ത് ഒരു മൃദു നൃത്ത സമീപനം സ്വീകരിച്ചുകൊണ്ട്. അത് നമ്മൾ ഈ രാമക്ഷേത്ര പ്രശ്നമൊക്കെ വന്നപ്പോൾ കണ്ടതാണ് ഒരു സ്വീകരിച്ച നിലപാട്. യഥാർത്ഥത്തിൽ ബാബറി മസ്ജിദ് പൊളിക്കാൻ വേണ്ടി എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത നരസിംഹറാവു ഇല്ലേ, ഏതാണ്ട് 16 ഭാഷ അറിയാവുന്ന ആളായിരുന്നു നരസിംഹറാവു. ആ ബാബറി മസ്ജിദ് പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ 16 ഭാഷ അറിയാവുന്ന അതിൻ്റെ മിനാരങ്ങൾ മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ 16 ഭാഷ അറിയാവുന്ന ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു ഒരു ഭാഷയെ പോലും അരുതെന്ന് പറഞ്ഞില്ലല്ലോ. BBC അത് മുഴുവൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു അദ്ദേഹം. അപ്പോൾ ആരാ ഇവർ ഇതിനൊക്കെ സംരക്ഷണം വെച്ച് വളം വെച്ച് കൊടുക്കുന്നത് രാജ്യത്തിൻ്റെ മുമ്പാകെ? ആ രൂപത്തിലല്ലേ ഇന്ന് രാജ്യം ചെന്നെത്തി നിൽക്കുന്നത്. അതുകൊണ്ട് അവർ ഇക്കാര്യത്തിൽ അവർക്ക് പറ്റിയിട്ടുള്ള നയപരമായ രംഗത്ത് സംഭവിച്ചിട്ടുള്ള അപജയങ്ങളും തകരാറുകളുമെല്ലാം കോൺഗ്രസ് കയ്യിൽ കിട്ടുന്നത് മുഴുവൻ കളഞ്ഞു കുളിച്ചില്ലേ. ഒരു സുപ്രീം കോടതി ചോദിച്ചില്ലേ ഗോവയിലെ പ്രശ്നം വന്നപ്പോൾ കോൺഗ്രസിൽ ആണുങ്ങളില്ലെന്ന് വരെ ചോദിച്ചില്ലേ. അവർക്ക് അവിടെ മുഖ്യമന്ത്രി പദം ഉണ്ടാക്കാൻ പറ്റാതെ വന്നപ്പോൾ മഹാരാഷ്ട്ര അവരുടെ കിട്ടിയതല്ലേ, മധ്യപ്രദേശ് അവരുടെ തിരിച്ച് കിട്ടിയതല്ലേ, എല്ലാം കളഞ്ഞു പിടിച്ചു. രാജസ്ഥാൻ കിട്ടിയില്ല, അവസാനം തളഞ്ഞു പിടിച്ചില്ലേ. രാജസ്ഥാൻ MP ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ KC വേണോൽ ഇപ്പോൾ ഇവിടെ വന്ന് ഇവിടെ ഈ പരദൂഷണം പറഞ്ഞു നടക്കുന്നത്. കച്ചവടങ്ങളാണ്. അതാണ് ഹരിയാനയിലെ ഇപ്പോൾ വനിതാ കോൺഗ്രസിൻ്റെ ഭർത്താവ് ഇപ്പോൾ പറഞ്ഞ 7 കോടി രൂപ വാങ്ങിച്ചിട്ട് പ്രതിക്കൂട്ടി നിൽക്കിയല്ലേ 3 പേര്, പ്രിയങ്കയും KC വേണുഗോപാലും അതേപോലെ തന്നെ പൊടിക്കുന്ന സുരേഷും എല്ലാം. എന്ത് അപജയങ്ങളാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ഇന്നത്തെ കോൺഗ്രസ് ഏതാണ്ട് അവശിഷ്ട കോൺഗ്രസ് കൂടി ഇല്ലാതാവുന്നൊരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഈ കരിന്തിരി കത്തുന്നില്ലേ, അത് ആളിക്കത്തും. ആ രൂപത്തിലുള്ള ബഹളമാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കുന്നില്ല, പ്രധാനമന്ത്രി പറയുന്നില്ല, മുഖ്യമന്ത്രിക്കെതിരെ ED അന്വേഷണം വരുന്നില്ല, മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഇവിടെ തിരുവല്ലയിലെത്തിയപ്പോൾ ശബരിമല വിഷയം പറയുകയും ചെയ്തു. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ കാര്യത്തിൽ കോൺഗ്രസും BJP ഒന്നാണ്. കാരണം ശബരിമല യുവതി പ്രവേശനം ഉൾപ്പെടെയുള്ളതിന് കേസ് കൊടുത്തത് BJPയാണ്. എന്നിട്ട് ഈ പ്രശ്നങ്ങൾ തിരിച്ചെടുക്കുന്നവരാണ്. ഇന്ന് വരെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള നിയമം കൊണ്ടുവരാൻ അവർക്ക് കൊണ്ടുവരാറുണ്ടല്ലോ. എന്ത് ചെയ്തു? BJP ഗവൺമെൻറ് ചെയ്തില്ലല്ലോ. അതുപോലെ കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്തില്ല. അവർ ഈ കാര്യത്തിൽ ഒളിച്ചു കളിക്കുകയല്ലേ ചെയ്ത്. അതുപോലെ തന്നെ വികസനത്തിൻ്റെ വിഷയങ്ങൾ പറയുമ്പോൾ അവരുടെ കാലത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇപ്പം നടന്നിട്ടുള്ളതല്ലാതെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഇതിന് ശേഷം 670 കോടി രൂപ ശബരിമലയ്ക്കായി മുടക്കിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുമായിട്ട് മുടക്കിയിട്ടുണ്ട്. പുതിയ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഇപ്പോൾ 1003 കോടി രൂപയുടെ 3 ഘട്ടങ്ങളിലായി നടക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കി മാസ്റ്റർ പ്ലാൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ വികസനമൊക്കെ നടത്താനുള്ള പണി കേരള ഗവൺമെൻറ്റാണ് ചെയ്തിട്ടുള്ളത്. ഒരു സിംഗിൾ പൈസ കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ തന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഇതിന് മാത്രമല്ല നമുക്ക് തരാനുള്ളത് തരുന്നില്ല, ഇതിന് തരുന്നില്ല. അപ്പോൾ അവർക്ക് വിമർശനങ്ങൾ മാത്രമാണുള്ളത്. മറിച്ച് ഏതെങ്കിലും സൃഷ്ടിപരമായ രൂപത്തിലുള്ള വിമർശനം അല്ലാതെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഉന്നയിക്കുന്നതും അവരെ കുറ്റബോധം കൊണ്ടാണ് ചിലതും ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് അതിനൊരു മറുപടി പോലും അർഹിക്കാത്ത രൂപത്തിലാണ് ആ കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. അതുതന്നെയാണ് എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മന്ത്രി മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ഒരു LDF തരംഗം ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.